സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്ന് ലിവിൻ പാർട്ടേഷൻ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ലിവിൻ പാർട്ടേഷനാണ്, പക്ഷേ അതിനകത്ത് പ്രത്യേകത ഉണ്ട്. നമ്മൾ മിനി ഫിക്സ് കൊണ്ടാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. മിനി ഫിക്സ് വെച്ചിട്ടാണ് നമ്മളത് അസംബിൾ ചെയ്യാൻ പോകുന്നത്. സ്ക്രൂവും കാര്യങ്ങളൊന്നും ഉണ്ടല്ല, അവിടെ പൊടിയും കാര്യങ്ങളൊന്നും പറ്റുകയെന്ന് ക്ലയൻറ്റ് പറഞ്ഞു. എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഫംഗ്ഷൻ വരുന്നു, അതുകൊണ്ട് നമ്മളത് എല്ലാം ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അധികം പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോട്ട് പോകാം. ഇതാണ് ലിവിങ് പാർട്ടേഷൻ്റെ മോഡൽ. ഇത്രയും ചെറിയൊരു ലിവിങ് പാർട്ടേഷനാണ്. അതിൻ്റെ പ്രത്യേകത ഈ മിനി ഫിക്സ് വെച്ച് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാനുള്ള കട്ടിങ് ലിസ്റ്റാണിത്. നമ്മളിങ്ങനെ ഓരോന്നും എത്രയൊക്കെ വേണം, എന്നാ പൊക്കം വേണം, അതെല്ലാം അവിടുത്തെ മെഷർമെൻറ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ വരച്ച് എല്ലാം പാകപ്പെടുത്തി റെഡിയാക്കി എടുത്ത് ഇതുപോലെ കട്ടിങ് ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേപോലെയാണ് നമ്മൾ കട്ടിങ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം നമ്മൾ കുറിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി ഒരു കട്ടിങ് ലിസ്റ്റ് എവിടെയൊക്കെ എഡ്ജ് ബാൻഡ് ഒട്ടിക്കണം, എവിടെയൊക്കെ എന്തൊക്കെ വേണം എന്നൊക്കെ നമ്മളെല്ലാവരും പേപ്പറിൽ എഴുതിയെടുത്ത് നമ്മളിത് എല്ലാം കുറിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫാക്ടറിയിലോട്ട് പോകാൻ. അതിനൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്തോട് കൂടി അടിച്ചു കഴിഞ്ഞാൽ എത്ര ഷീറ്റ് വേണം, എങ്ങനെ വേണം, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. കട്ടിങ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ. ഇപ്പോൾ നമ്മൾ നേരെ ഫാക്ടറിയിലോട്ട് പോകും. ഇത് പ്രസ് ചെയ്തെടുക്കുന്ന മെഷീനാണ്. ഇതിനകത്ത് 2 ഷീറ്റ് വെച്ച് ഡബിൾ കനമാണ് നമുക്ക് വേണ്ടത്. അതിന് 2 പ്രസ് ചെയ്യുന്നൊരു മെഷീൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കട്ടിങ് ലിസ്റ്റ്. കട്ട് ചെയ്യാൻ നമ്മൾ ഷീറ്റുകളെല്ലാം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം നമ്മൾ കൊടുത്ത പ്രകാരമുള്ള അളവിന് അവർ കട്ട് ചെയ്ത് നമുക്ക് അതെല്ലാം റെഡിയാക്കി തരും. നമ്മൾ കുറിച്ചുകൊണ്ട് വന്ന മെഷർമെൻറ്റ് ഇവിടെ PDF മുഖേന നമ്മളെടുത്ത് ഇവർക്കത് കൊടുക്കും. ഇവർക്കത് നമ്മൾ പറഞ്ഞ അളവിന് മില്ലിമീറ്റർ കണക്കിന് അത് അവർ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് തരും. ഇത് എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്നൊരു മെഷീനാണ്. എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. എല്ലാം പെട്ടെന്ന് കാണിച്ചു പോകുന്നു. അധികം വീഡിയോ ദീർഘമാകാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാം ഇതുപോലെ എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് നമ്മൾ എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്തെടുത്ത് എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് തരും. ഇത് എഡ്ജ് ബാൻഡിനെ ഒട്ടിക്കുന്ന മെഷീൻ്റെ അകഭാഗമാണ്. ഇതിനകത്തെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളാണ്. ഇത് കുറച്ച് ഭാഗം കറണ്ടിലും കുറച്ച് ഭാഗം എയറിലുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് എല്ലാം ആധുനികമായ മെഷീനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. എല്ലാം ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ച് നമുക്ക് ആ എഡ്ജ് ബാൻഡ് എവിടെയൊക്കെ വേണമെന്ന് നമ്മൾ ആ കൊടുക്കുന്ന ലിസ്റ്റിലുണ്ടെങ്കിൽ അവരത് കറക്റ്റായിട്ട് ഒട്ടിച്ച് നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വേണ്ടെന്നുള്ളത് റെഡിയാക്കി തരും. അതിൻ്റെ ആ മെഷീൻ്റെ ഭാഗങ്ങളാണിത്. സൈറ്റിൽ പോയിട്ട് നമുക്ക് പൊടിയുടെ വർക്കുകൾ വളരെ കുറവായിരിക്കും. ഒന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്ന ആ ഒരു പൊടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യുമ്പോൾ പൊടിയെല്ലാം ഇവിടെ വെച്ചല്ലേ ലിപ്പിങ് ഒട്ടിക്കുന്നത് എല്ലാം ഇവിടെ വെച്ചായതുകൊണ്ട് നമുക്ക് അവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വെച്ചാണ്. എഡ്ജ് ബാൻഡ് വരെ ഇവിടെ നിന്ന് ഒട്ടിച്ച് അതിൻ്റെ ഫിനിഷിങ്. ഇതുണ്ടോ, ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്ലൂ. പശ ചെറുപയറിൻ്റെ മണികൾ പോലെ ഇരിക്കും. അത് നമ്മളിത് ഇതിനകത്ത് ഇട്ടിട്ടാണ് അത് ഉരുക്കിയാണ് നമ്മുടെ ഒരു ദണ്ട് വഴി കയറി വന്നിട്ടാണ് നമുക്ക് ഈ എഡ്ജ് ബാൻഡിലോട്ട് നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ആകുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഓണാക്കിയിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഗ്ലൂ ഗം പോലെ ആവുകയുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ മിനി ഫിക്സ് ഫിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന ഹോൾ ഇടാനുള്ള മെഷീൻ. ഇതിനകത്ത് വെച്ച് മിനി ഫിക്സിൻ്റെ ഹോളുകൾ എവിടെയൊക്കെ നമ്മൾ വേണമെന്ന്, ഏതൊക്കെ തട്ടിൻ്റെ എവിടെയൊക്കെയാണ് ഈ ഹോളുകൾ വേണ്ടതെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ അളവിനനുസരിച്ചാണ് ഈ ഹോളുകളെല്ലാം ഇട്ട് ഓരോ തട്ടിനും അതിൻ്റെ അത് കാണുകയില്ലാത്ത രീതിയിൽ, അതിൻ്റെ മിനി ഫിക്സ് പുറത്ത് കാണുകയില്ലാത്ത രീതിയിൽ അത് അസംബിൾ ചെയ്യാനുള്ള ഹോളുകളെല്ലാം ഇട്ട് തരുന്നത്. അത് കുറിയ കഷ്ണത്തിലുണ്ട് ഹോളുകൾ, നെടിയ കഷ്ണത്തിലുണ്ട്. ഇത് കുറിയത് തട്ടുകളാണ്. ആ തട്ടുകൾ ഇതുപോലെ ഹോളടിച്ച് ഒരെണ്ണം ബെവൽ കയറ്റാനും അതിൻ്റെ ഫിറ്റിങ്സ് കയറ്റാനുള്ള ഹോളുകളാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഹോളുകൾ നമ്മുടെ നെടിയ കാലേലുകളും ഉണ്ടാവും. ഇത് വിശദമായിട്ട് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. എല്ലാം നമ്മൾ കുറേശ്ശെ എടുത്തത്. വിശദമായിട്ട് കാണിക്കാൻ നല്ല ലോങ് ആയിട്ട് വീഡിയോ. ഇത് 8 മിനിറ്റ് വീഡിയോയിലേ ഉള്ളൂ. ഇതിൻ്റെ കാലുകൾ ഹോളടിക്കുന്നതാണ്. എവിടെയൊക്കെ തട്ടുകൾ വേണമെന്ന് നമ്മൾ അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തിരിച്ച് വീണ്ടും നമ്മളത് സൈറ്റിൽ വന്നിരിക്കുകയാണ്. സൈറ്റിൽ നമ്മളിത് അതിൻ്റെ സ്റ്റിക്കറെല്ലാം പൊളിച്ച് കളഞ്ഞ് മിനി ഫിക്സ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇതാണ് ആ മിനി ഫിക്സ് എന്ന് പറഞ്ഞാൽ. അത് ഓരോ ഭാഗത്ത് വീഴാനുള്ളതും ഓരോ വലിപ്പമായതുകൊണ്ട് അത് മാറിപ്പോകുന്നുമില്ല. കറക്റ്റ് ആ ഹോൾ ആ വലിപ്പത്തിനുള്ളതായിരിക്കും. ഇത് ഒരു സെറ്റിന് 15 രൂപയാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ മിനി ഫിക്സ് ഒരു സെറ്റിന്, അതായത് ഇപ്പോൾ ഇടുന്ന ആ സാധനവും അതിൻ്റെ ബാക്കി ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെയും ഒരു സെറ്റിന് 15 രൂപയാണ് മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ളത്.
ആ മിനി ഫിക്സ് സൂക്ഷിച്ച് നോക്കി കാണാൻ അതിനകത്തൊരു ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്ക് നമ്മൾ ഇപ്പുറത്തേക്ക് ആ ഹോളിൻ്റെ ഭാഗത്തേക്ക് വെച്ച ശേഷം ഇങ്ങനെ തിരിച്ച് കയറ്റി കഴിയുമ്പോൾ ആ ഹോളിൻ്റെ അതിലെ നേരെ ആയിരിക്കണം ആ മിനി ഫിക്സിൻ്റെ ആ ആരോ മാർക്കുള്ളത്. എന്നിട്ട് വലത്തേക്ക് തിരിക്കുക, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റിങ്സാണ് ഇത്. ഗൾഫ് നാടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണം നമുക്കത് അഴിച്ച് ഈ പാർട്ടീഷൻ എവിടെയെങ്കിലും കൊണ്ടുപോകാം, തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിനകത്ത് സ്ക്രൂ അഴിഞ്ഞു പോവുക അങ്ങനെയൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഇനി അഥവാ ഇത് സ്ലിപ്പായി പോകുക എന്തെങ്കിലും ആണെങ്കിൽ നമുക്കിത് മാറ്റി വീണ്ടും റീസെറ്റ് ചെയ്യാവുന്നതാണ്. വിദേശ നാടുകളെല്ലാം ഇത് ഉപയോഗിച്ചാണ് ഇത് ഓരോ കബോർഡ്, കിച്ചൺ കബോർഡ്, ബെഡ്റൂം കബോർഡ് എല്ലാം ചെയ്യുന്നത് ഇത് വെച്ച് അസംബിൾ ചെയ്യാനും റൂമിലെല്ലാം പൊടിയാകാതെ നമുക്കിത് എല്ലാം വെറും ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ ഹോളിനകത്തൂടെയാണ് അത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് അത് ഫിക്സ് ആയിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വെറും നിസ്സാര കാര്യം. പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. നെടിയേട്ടത്തിൽ ഇതുപോലെ തന്നെ ആ ഹോളടിച്ചിട്ടുണ്ട്. ആ ഹോളടിച്ചതിനകത്ത് ഇതുപോലെ തന്നെ കണ്ടോ ഇതെല്ലാം വെക്കുക. തടി കൊണ്ടുള്ളൊരു മെറ്റീരിയലാണ് ആ നടുക്ക് ആ ചുറ്റിയൊക്കെ അടിച്ച് കയറ്റുന്നത്. ബാക്കി പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്, ഫിഷർ പോലത്തെ സാധനമാണ്. അതിനകത്ത് നമ്മൾ അതിനകത്ത് അടിച്ച് കയറ്റിയിട്ട് ഇതുപോലെ ടൈറ്റ് ഒരു ത്രെഡ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇത് മുറുക്കുക, അപ്പുറം മുറുക്കുക. നടുക്കത്തത് തടി കൊണ്ടുള്ളൊരു ബെവൽ എന്ന് പറയും അതിൻ്റെ പേര്. ഇതിങ്ങനെ നേരെ അതിനകത്തോട്ട് വീണ്ടും ഇടുന്നു. കറക്റ്റ് കട്ടിങ് ആയതുകൊണ്ട് ഒരു തരി പോലും ഗ്യാപ്പ് ഉണ്ടാകുകയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെഷീനെ കട്ട് ചെയ്യാതുകൊണ്ട് ഡബിൾ കനമല്ലേ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഹാൻഡ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യാതൊന്നും അത് ഒക്കുകയില്ല. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ തടി കൊണ്ട് രണ്ടെണ്ണം ഇവിടെ അടിച്ച് കയറ്റുക. തട്ടിന് സപ്പോർട്ടാത്, തട്ട് അനങ്ങുകയില്ല. എവിടെയാണോ വിടുന്നത് അവിടെ തന്നെ ആയിരിക്കും. ഒരിക്കൽ കൂടി കാണാം. ആ ആരോ മാർക്ക് നേരെ ആ ഹോളിൻ്റെ ഭാഗത്തേക്ക് വെക്കുക, നേരെ അതിനകത്തോട്ട് ഇടുക. അവിടെ കൈക്ക് മുട്ടിയിറക്കാനുള്ളൂ. ഇത് സ്ക്രൂ ഡ്രൈവറിന് വലത്തേക്ക് അവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നുള്ളത്. തിരിക്കുക, ഒരു സിമ്പിൾ കാര്യം. നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, പാർട്ടീഷൻ ബാക്കി ചെയ്യുന്നതൊന്നും നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് മാത്രം കാണിക്കുന്നു. തട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ഗ്യാപ്പ്, ഒരു തരി പോലും ഗ്യാപ്പും ഒന്നും ഉണ്ടാകില്ല. നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിരിക്കും. കണ്ടോ, നോക്കൂ. ഈ മിനി ഫിക്സ് കാണാത്ത രീതി തട്ടുകൾ മുകൾ വശത്താണ് നമ്മളിത് അസംബിൾ ചെയ്യുന്നത്, താഴെ വരുന്ന തട്ടുകളുടെ അടിവശത്തും. ഇതതിൻ്റെ അകവശമാണ്. ഒരു താമസിക്കുന്ന വീടായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിരിക്കുന്നത്. ലിവിങ് പാർട്ടീഷൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇത് എല്ലാം അസംബിൾ ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുക. സ്പീഡായിട്ട് കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.